ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ്. അത് പൂരാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്നു. മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആദിത്യഗ്രഹം തൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് മാറുന്നത് മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭികരണവും ശുഭ്ര നാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ടാണ് ഈ മേട രവി സംക്രമം. വിഷു ആഘോഷിക്കുന്നത് മേട രവി സംക്രമത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ഈ പ്രാവശ്യം 15-ാം തീയതിയാണ് വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്ന ആ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷു ഫലം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിഷു ഫലം വളരെ അധികം നേട്ടങ്ങൾ പല കാര്യങ്ങൾക്കും കൊണ്ടെത്തരും. എന്നിരുന്നാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അത്യാവശ്യമായിരിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പൊതുവെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരിക്കും. ധാരാളം മഴ ലഭിക്കുകയും വെയിലും ഒക്കെ ലഭിക്കും. കൃഷിക്കാർക്ക് ഒക്കെ അനുകൂലമാണ്. കാലങ്ങൾ നോക്കിയൊക്കെ വേണം കൃഷി ചേർക്കുവാൻ. ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ചില കാലത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക നഷ്ടങ്ങളാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. സാമ്പത്തികമായ നഷ്ടങ്ങളോ ദിനചര്യയിൽ കൃത്യനിഷ്ഠ പാലിക്കാതെ വന്നാൽ അഭക്ഷ്യ വസ്തുക്കൾ ആയിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, മറ്റ് അഭക്ഷ്യ വസ്തുക്കളൊക്കെ ഭക്ഷിക്കുക വഴിയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതൊക്കെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തൊഴിൽപരമായി പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകും. എന്നിരുന്നാലും അലസത വന്നു പെടാൻ സൂചനയുണ്ട്. അത് ഗ്രഹങ്ങളുടെ ആ വിഷു ഫലം, അതായത് വിഷുവിന് അന്ന് രവി സംക്രമണം നടക്കുന്ന ആ സമയത്തെ അടിസ്ഥാനമാക്കി നോക്കിയപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് പറയുന്നത്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നും വരണമെന്നില്ല. കൃത്യനിഷ്ഠ, ജപധ്യാനാദികൾ, അതുപോലെ തന്നെ സ്നാനം, ക്ഷേത്രദർശനം ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവുകയും ഇല്ല. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചെയ്യും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായി, ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലമാണ്. സന്താന കാര്യത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില ക്ലേശങ്ങൾ, മനക്ലേശങ്ങളോ ഒക്കെ സൂചകമാണ്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം അത് ചില കാര്യങ്ങൾക്ക് ചില മനക്ലേശങ്ങൾ സൂചകമാണ്. എന്നിരുന്നാലും പൊതുവെ നന്നായിരിക്കും. വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കൊക്കെ നല്ല പ്രസിദ്ധി വന്നു ചേരുവാനൊക്കെ സൂചനയുണ്ട്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും.
തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകാരുമായിട്ടും മേലധികാരികളുമായിട്ടുമൊക്കെ വളരെ സ്നേഹപൂർവ്വം സൗഹാർദ്ദപൂർവ്വം കഴിഞ്ഞു പോകുവാനായിട്ട് വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് ഏത് കാര്യങ്ങളായാലും കടം കൊടുക്കുക അല്ലെങ്കിൽ വായ്പ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് വാഹനമാണെങ്കിലും കൈമാറുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സമ്പത്ത്, ധനം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഒക്കെ കൈമാറുന്നവർക്ക് അത് വളരെയധികം ശ്രദ്ധിക്കണം. കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധിച്ചില്ല എന്ന് വരികിൽ ഓരോ തരത്തിലുള്ള നഷ്ടങ്ങളും മനക്ലേശങ്ങളും പോലീസ് സ്റ്റേഷൻ കയറുകയോ കോടതി കയറുകയോ ഒക്കെ ചെയ്യുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. കൃഷിക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. കൃഷിയിൽ നിന്ന് നല്ല വിള ലഭിക്കുകയും വിളവിന് നല്ല വില ലഭിക്കുന്നതിനും യോഗമുണ്ട്. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർ, കലാകാരന്മാർ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാനോ മുഹൂർത്തം, പൊരുത്തം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.